അവളെ കാണുന്നില്ലടാ, നിക്കു ദയനീയമായി വീണ്ടും പറഞ്ഞു. അവൾ അവിടെ എവിടെയെങ്കിലും കാണും, നീ നോക്ക്. ഇല്ലടാ, എൻ്റെ അടുത്തു നിന്നും പോയതാ അവള്. പക്ഷേ പക്ഷേ മനു സംശയത്തോടെ ചോദിച്ചു. അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ പുറത്തു നിന്ന് ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അവൾ ആരുടെയോ കൂടെ കാറിൽ കയറിപ്പോയെന്നാ. നിക്കു വിഷമത്തോടെ പറഞ്ഞു. നിനക്ക് തെറ്റുപറ്റിയതായിരിക്കും, അങ്ങനെ അവൾ ആരോടും പറയാതെ പോകില്ല. ബാത്റൂമിൽ എങ്ങാനും ഉണ്ടോ എന്ന് നോക്ക് നീ, മനു അവനോട് പറഞ്ഞു. ഇല്ലടാ, ഈ പരിസരം മുഴുവൻ ഞാൻ നോക്കിയതാ, ഇവിടെ എങ്ങും ഇല്ല. ജോ, നീ എന്താ ഒന്നും പറയാൻ നിൽക്കുന്നത്? നിക്കു സംശയത്തോടെ ചോദിച്ചു. അർജുൻ, ജോ ദേഷ്യത്തോടെ വിളിച്ചു. സർ, നിഖിൽ സാർ പറഞ്ഞത് കറക്റ്റാണ്. ജെനി മാഡം ആരുടെയോ കൂടെ പോയിട്ടുണ്ട്. ദേ, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐപാഡ് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. എൻ്റെ മോള് ജോ, എൻ്റെ മോൾ എവിടെ? ലിസ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞു. ഇച്ചായ. ആമിയും കണ്ണുകളൊക്കെ നിറച്ച് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. ആമി, നീ മമ്മിയെ നോക്ക്, ഞാനിപ്പോൾ വരാം. അവൻ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ യാന്ത്രികമായി തലയാട്ടി. ജോ, ജെനി എവിടെ? ജേക്കബ് അവനോട് ദയനീയമായി ചോദിച്ചു. അവളെ ഞാൻ കൊണ്ടുവരും. ഒരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ മോളെ ഞാൻ കൊണ്ടുവരും. പപ്പ വിഷമിക്കേണ്ട. അവൻ അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. ജോ, നീ എങ്ങോട്ടാ? ദേവൻ അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. ആ നായിൻ്റെ മോനെ കാണാൻ. ജോ വലിഞ്ഞു മുറുകിയ മുഖവുമായി ദേഷ്യത്തോടെ പറഞ്ഞു. എവിടേക്കാണെന്ന് പറഞ്ഞിട്ടാണ് നീ പോകുന്നത്? മനുവും മുമ്പോട്ട് വന്ന് ചോദിച്ചു. അറിയില്ല, അന്വേഷിക്കണം. എവിടെ പോയി അന്വേഷിക്കാനാ? ദേവനും പറഞ്ഞു. എനിക്കറിയില്ല, ജോ ദേഷ്യത്തോടെ പറഞ്ഞു. ജോ, അവൾ എൻ്റെ അടുത്ത് വന്നതാടാ. എന്നോട് സംസാരിച്ചിട്ട് സന്തോഷത്തോടെയാണ് എൻ്റെ അടുത്ത് നിന്ന് പോയത്. അവൾ ആരുടെയും കൂടെ അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോ, എനിക്ക് പേടിയാകുന്നു. നിക്കു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചായ, ആമി വിഷമത്തോടെ വിളിച്ചു. ചേട്ടാ, ജെനി. അനുവും ചിന്നുവും കരഞ്ഞുകൊണ്ട് വിളിച്ചു. നിങ്ങൾ വിഷമിക്കാതെ, അവൾക്കൊന്നും വരില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ജോ ദേഷ്യത്തോടെ പറഞ്ഞു. പെട്ടെന്നാണ് ജോയ്ക്കൊരു കോള് വന്നത്. അൺനോൺ നമ്പർ ആയിരുന്നു. അവൻ ഫോൺ ഓണാക്കി ചെവിയിലേക്ക് വെച്ചു. പെങ്ങൾ പോയതോർത്ത് വിഷമിച്ചിരിക്കുകയാണോ ജോഷുവ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ജോ, ലൗഡ് സ്പീക്കറിലിടടാ. മനു പതിയെ പറഞ്ഞതും അവൻ ലൗഡ് സ്പീക്കറിലിട്ടു. ജോ അർജുനെ നോക്കി നമ്പർ ട്രേസ് ചെയ്യാൻ ആക്ഷൻ കാണിച്ചു. ഡാ, അവൻ ദേഷ്യത്തോടെ വിളിച്ചു. അടങ്ങി നിൽക്ക് ജോഷുവ, ഇപ്പോൾ നിനക്ക് അതായിരിക്കും നല്ലത്. നിന്റെ പെങ്ങൾ ദേ എൻ്റെ അടുത്തുണ്ട്, കൊടുക്കട്ടെ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ജെനി, ജോ ദയനീയമായി വിളിച്ചു. ചാച്ച, അവളും കരഞ്ഞുകൊണ്ട് വിളിച്ചു. മോളെ ജെനി. ദേവനും നിക്കുവും അവളെ വിളിച്ചു. ഏട്ടാ, അവൾ കരഞ്ഞു. മോളെ കരയണ്ട, ഞങ്ങൾ വരും, നീ വിഷമിക്കരുത്. ഒരുത്തരും നിന്നെ ഒന്നും ചെയ്യില്ല, ജോ ദേഷ്യത്തോടെ പറഞ്ഞു. ഹോ, അളിയൻ പെങ്ങളെ ഈ സമയത്തും മോട്ടിവേറ്റ് ചെയ്യുവാണോ? അവൻ പുച്ഛത്തോടെ ചോദിച്ചു. അവൾ ഈ ജോഷുവയുടെ പെങ്ങളാടാ, അവളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവൾക്ക് ആവശ്യത്തിന് ധൈര്യമൊക്കെയുണ്ട്, ജോ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഡാ, കൂടുതൽ ഓവർ സ്മാർട്ട് ആകരുത് നീ. നിന്റെ ജീവൻ ഇപ്പോൾ എൻ്റെ കൈകളിലാണ്, അതോർമ്മ വേണം. അവളുടെ ദേഹത്ത് നിന്റെ കൈ പതിഞ്ഞാൽ അന്ന് നിന്റെ അവസാനം ഈ ജോഷിയുടെ കൈകൊണ്ടായിരിക്കും, ജോ ലൗഡ് സ്പീക്കർ മാറ്റിയിട്ട് ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. അതിന് നീ ഇവളെ കണ്ടെത്തിയാലല്ലേ ഞാൻ തൊട്ടോ തൊട്ടില്ലയോ എന്നൊക്കെ നീ അറിയുന്നത്. അല്ലെങ്കിലും ഞാൻ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞവളല്ലേടാ നിന്റെ പെങ്ങള്. ഇനി എനിക്കിവളെ ആവശ്യമില്ല. എനിക്ക് വേണ്ടുന്നത് നിന്റെ ഭാര്യയായ അവളെയാ, ആമിയ ജോഷുവ എന്ന ആമിയെ. എനിക്ക് അവളെയാ വേണ്ടുന്നത്. അവളെ നീയായിട്ട് എൻ്റെ കൂടെ പറഞ്ഞു വിടണം, അതായിരുന്നു എൻ്റെ ആവശ്യം. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നോ, ഒരിക്കലും നടക്കില്ല. അതൊക്കെ നിന്റെ വെറും പാഴ്മോഹങ്ങൾ മാത്രമാണ്. ഞാൻ എൻ്റെ പെണ്ണിനെ നിനക്ക് തരാൻ, ജോ പുച്ഛത്തോടെ പറഞ്ഞു. കൂടുതൽ ഓവർ കോൺഫിഡൻസ് കാണിക്കേണ്ട ജോഷുവ, നീ തന്നെ അവളെ പറഞ്ഞു വിടും, കാണണോ നിനക്ക്? അവൻ പറഞ്ഞുകൊണ്ട് സിഗരറ്റ് കുറ്റിയെടുത്ത് ജെനിയുടെ കൈകളിലേക്ക് വെച്ചു. ചാച്ച, അവൾ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ ജെനി. ഡാ, അവൻ ദേഷ്യത്തോടെ വിളിച്ചു. നീ നല്ലതുപോലെ ഇരുന്നും കിടന്നും നടന്നുമൊക്കെ ആലോചിക്കും ജോഷുവ, നിനക്ക് നിന്റെ പെങ്ങളെ വേണോ ഭാര്യയെ വേണോ എന്ന്. അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ജോ, എന്താടാ ഇതൊക്കെ? മനു അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ജോ അതിന് ഉത്തരം പറയാതെ തിരിഞ്ഞ് ആമിയെ നോക്കി. അവൾ കരഞ്ഞുകൊണ്ട് ലിസയെ സമാധാനിപ്പിക്കുകയായിരുന്നു. അർജുൻ, ജോ വിളിച്ചതും അർജുനും റാമും അവൻ്റെ അടുത്തേക്ക് വന്നു. ട്രേസ് ചെയ്തോ? സർ, ആ നമ്പർ സ്വിച്ച് ഓഫ് ആയി. ലാസ്റ്റ് ലൊക്കേഷൻ ഏതാ? ഈരാറ്റുപേട്ട. ബട്ട് സർ, അത് ട്രാവലിംഗ് ആയിരുന്നു ഫോൺ, അതായത് വാഹനത്തിലാണ്. ഫോൺ ഓഫായ സ്ഥിതിക്ക് ജോ അമർത്തി മൂളി. അപ്പോഴേക്കും മറ്റൊരു നമ്പറിൽ നിന്നും അവന് അടുത്ത ഒരു കോളും കൂടി വന്നിരുന്നു. ആലോചിച്ചോ ജോഷുവ ജേക്കബ്, പെങ്ങൾക്ക് വേണ്ടി ഭാര്യ എനിക്ക് തരുവല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ദാ, അവിടെ കിടന്ന് അലറിയിട്ട് ഒരു കാര്യമില്ല ജോ. ഇപ്പോൾ ദേഷ്യമല്ല, വിവേകമാണ് നീ കാണിക്കേണ്ടത്. 10 മിനിറ്റിനകം എൻ്റെ വണ്ടി നിങ്ങളുടെ ഓഡിറ്റോറിയത്തിന് മുൻപിൽ വരും. മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ട് അവളെ യാത്ര അയക്കുക.
അതല്ല നീ എന്നെ കൊടുക്കാൻ എന്തെങ്കിലും ചെയ്താ നിന്റെ പെങ്ങളെ നീ അങ്ങ് മറന്നേക്കണം. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. നീ ഒരു കോപ്പും അവളെ ചെയ്യില്ല. ആണാണെങ്കിൽ നീ എൻ്റെ മുമ്പിൽ വന്ന് കളിക്കടാ. കുടുംബത്തിലെ പെമ്പിള്ളേരെ വെച്ചല്ല നീ ആണുങ്ങളോട് കളിക്കേണ്ടത്. ഞാൻ എങ്ങനെ കളിക്കണം, ആരെ വെച്ച് കളിക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പോൾ വലിയ ഡയലോഗൊന്നും അടിക്കാതെ ജോഷോ ഞാൻ പറഞ്ഞത് ചെയ്. ഞാൻ പറഞ്ഞത് നീ ചെയ്താൽ 1 മണിക്കൂറിനകം നിന്റെ പെങ്ങള് നിന്റെ വീട്ടിലെത്തും. മറിച്ചാണെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ഫോൺ കട്ട് ചെയ്തു. ജോ ദേഷ്യത്തോടെ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് ആമിയുടെ അടുത്തേക്ക് നടന്നു. ജോ, മനു ദേഷ്യത്തോടെ വിളിച്ചു. എന്താ നീ ചെയ്യാൻ പോകുന്നത്? അവൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ, ആമിയെ വിട്ടാലേ ജെനിയെ അവർ തിരികെ തരുള്ളൂ എന്ന്. അതുകൊണ്ട് മനു ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞതുപോലെ ആമിയെ എനിക്ക് അവരുടെ ഒപ്പം വിടണം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അവളെ ഞാൻ എങ്ങും വിടില്ല. പിന്നെ എൻ്റെ മോളെ അവൻ കൊണ്ടുപോയിക്കോട്ടെ എന്നാണോ നീ പറയുന്നത്? ജോ ദേഷ്യത്തോട് ചോദിച്ചു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ജെനിയെ കൊണ്ടുവരാൻ മാളുവിനെ വിടാൻ പറ്റില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മനുവും ദേഷ്യത്തോടെ തന്നെ അവനോട് പറഞ്ഞു. ഡാ, നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാതെ നമുക്ക് ആലോചിക്കാം. ദേവൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അത് നീയാണോ തീരുമാനിക്കേണ്ടത്? എൻ്റെ ഭാര്യയെ വിടണോ വേണ്ടായോ എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് എൻ്റെ പെങ്ങളെ രക്ഷിച്ചേ പറ്റുള്ളൂ. ദേവൻ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കാതെ ജോ പറഞ്ഞു. അവൾ നിന്റെ ഭാര്യ മാത്രമല്ല, എൻ്റെ പെങ്ങളും കൂടെയാ. അല്ലാതെ നിനക്ക് മാത്രമല്ല അവളിൽ അവകാശമുള്ളത്. മനു ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവളെ ഞാൻ വിടും. അവൾക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ജോ ആമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജോ, നീ വെറുതെ വാശി കാണിക്കണ്ട. എൻ്റെ മോളെ ഞാൻ അവൻ്റെ അടുത്തേക്ക് വിടില്ല. മനു അവളെ അവൻ്റെ അടുത്തേക്ക് പിടിച്ചു വലിച്ച് ചേർത്തുകൊണ്ട് പറഞ്ഞു. മനു, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇവളിപ്പോൾ എൻ്റെ ഭാര്യയാണ്. നിന്നേക്കാൾ അവകാശം എനിക്കാണ് ഇവളിലുള്ളത്. എൻ്റെ പെങ്ങളായതിനു ശേഷമാണ് അവൾ നിൻ്റെ ഭാര്യയായത്. എന്നു മുതലാ ഇവൾ നിൻ്റെ പെങ്ങളായത്? ഞാനിവളെ കെട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊരു ബന്ധം ഉണ്ടാകില്ലായിരുന്നു. ജോ പുച്ഛിച്ചു. അത് കേട്ടതും മനുവിൻ്റെ മുഖം വല്ലാതെയായി. ഇച്ചായ, അവൾ ദേഷ്യത്തോടെ വിളിച്ചു. അപ്പോഴാണ് ജോയ്ക്ക് അവൻ എന്താണ് പറഞ്ഞതെന്ന് ബോധം വന്നത്. അവൻ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് മനുവിനെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ജോ, നീ പറഞ്ഞത് ശരിയാ. നീ ഇവളെ കെട്ടിയില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവളെ കണ്ടെത്തില്ലായിരുന്നു. പക്ഷേ ദൈവം എന്നൊരാൾ മുകളിലുണ്ടല്ലോ ജോ. ഇവളും ഞാനും ജീവനോടെ ഇരിക്കുന്ന കാലത്ത് എപ്പോഴെങ്കിലും ആ ശക്തി ഇവളെ എനിക്ക് കാണിച്ചു തന്നേനെ. അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. ചാച്ചാ. ആമി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് കരഞ്ഞു. മനു അവളെ ചേർത്ത് പിടിച്ചു. പറഞ്ഞത് അബദ്ധമായി പോയെന്ന് ജോയ്ക്ക് മനസ്സിലായി. മനു, ഇപ്പം നമ്മൾ തമ്മിൽ വഴക്കുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. എനിക്ക് എങ്ങനെയും ജെനിയെ രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ. അതിന് ആമി എനിക്ക് വിടണം. ഇല്ല ജോ, ഞാൻ സമ്മതിക്കില്ല. ഇവളെ ഞാൻ വിടില്ല. നീ വേറെന്തെങ്കിലും വഴി നോക്ക്. മനു അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ട്രേസ് ചെയ്യാൻ പോലും പറ്റാതെ ഞാൻ എന്ത് വഴി നോക്കണമെന്നാണ് നീ പറയുന്നേ? ശരി, ഞാൻ ഇവളെ വിടുന്നില്ല. ചെല്ല്, നീ പോയി എൻ്റെ മോളെ കണ്ടെത്തിയിട്ട് വാ. പോ, ചെല്ലടാ. ജോ അവനെ തള്ളിക്കൊണ്ട് പറഞ്ഞു. ആമി അവരെ രണ്ടുപേരെയും പരസ്പരം നോക്കി. അവൾക്ക് ആകെ സങ്കടവും വിഷമവും ഒക്കെ വന്നു. ഇപ്പം താനൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ അത് ശരിയാവില്ലെന്ന് അവൾക്ക് തോന്നി. ചെല്ലടാ, നീ നിന്റെ പെങ്ങളെ വിടണ്ട. നീ ചെന്നെൻ്റെ മോളെ കൊണ്ടുവാ. പോടാ, കൊണ്ടുവാ. അവൻ മനുവിനെ തള്ളിക്കൊണ്ട് പറഞ്ഞു. ജോ, അടങ്ങടാ പ്ലീസ്. നിക്കു അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. മനു, നീയെങ്കിലും ഒന്ന് അടങ്ങ്. ദേവൻ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. മനു ദേഷ്യപ്പെടുന്നത് കണ്ട് ചിന്നുവിന് വിഷമം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അനു അവളെ സമാധാനപ്പെടുത്തി. എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കി. ഞാൻ പോകാം. ആമി കണ്ണുകൾ അടച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞതും മനുവും ജോയും ഞെട്ടി അവളെ നോക്കി. പിള്ളേര് സെറ്റും ഞെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി. മോളെ. മനു അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വിളിച്ചു. ഞാൻ പോകാൻ ചാച്ചാ. എന്നെയല്ലേ അവർക്ക് വേണ്ടത്. ഞാൻ പൊക്കോളാം. ഞാൻ ചെന്നാൽ അവർ ജെനിയെ വിടും. അത് മോക്കെന്താ ഇത്ര ഉറപ്പ്? മോള് ചെന്നിട്ടും അവർ ജെനിയെ വിട്ടില്ലെങ്കിലോ? ഇച്ചായൻ ഞങ്ങളെ കണ്ടെത്തും ചാച്ചാ. എനിക്ക് ഉറപ്പുണ്ട്, ഇച്ചായൻ വരും. അവൾ പറഞ്ഞതും ജോ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ നെഞ്ചോട് ചേർത്തിരുന്നു. അവനിലുള്ള വിശ്വാസമാണ് അവളുടെ ധൈര്യമെന്ന് എല്ലാവർക്കും മനസ്സിലായി. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ച് അവനെ ഇറുക്കി പിടിച്ചു. അവനും അവളെ ചേർത്ത് പിടിച്ചു. ജോ അവളുടെ മുഖം കൈകളിലെടുത്തു. നിനക്ക് ധൈര്യമുണ്ടോ പോകാൻ? അവൻ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു. ഇച്ചായൻ വരില്ലേ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വരും, ഞാൻ വന്നിരിക്കും. നീ തളരരുത്. ഇല്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ആമി. പിള്ളേര് രണ്ടുപേരും അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. സാരമില്ലടി, വിഷമിക്കണ്ട, സമാധാനമായിട്ടിരിക്ക്. ഞാൻ പോയിട്ട് വരാം. അവൾ അവരെ സമാധാനിപ്പിച്ചു. ചാച്ചാ, വിഷമിക്കണ്ട. ഇച്ചായനോട് ദേഷ്യപ്പെടല്ലേ. ചാച്ചൻ എന്നെ സ്നേഹിക്കുന്നത് പോലെയല്ലേ ഇച്ചായൻ ജെനിയെ സ്നേഹിക്കുന്നത്. ഇച്ചായൻ എന്നെ ആപത്തിലേക്ക് തള്ളിവിടില്ല ചാച്ചാ. ചാച്ചൻ ഇച്ചായൻ്റെ കൂടെ ഉണ്ടാകണം കേട്ടോ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. മമ്മി, പപ്പേ. അവൾ ജോയുടെ മമ്മിയുടെയും പപ്പയുടെയും അടുത്തേക്ക് ചെന്നു. ആമി മോളെ.
മോള് പോകണോ? പോകണം പപ്പേ. ഇച്ചായൻ ഒന്നും കാണാതെ എന്നെ പറഞ്ഞു വിടില്ല. എനിക്ക് ഉറപ്പുണ്ട്. കരയാതിരിക്കും മമ്മി, ജെനി വരും, ഞാനും. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവരും അവളെ ചേർത്ത് പിടിച്ചു. അവൾ ദേവന്റെയും സുധയുടെയും അടുത്തേക്ക് നടന്ന് രണ്ടുപേരോടും യാത്ര ചോദിച്ചു. പിന്നെ ജെസ്സിയുടെയും അവളുടെ പപ്പയുടെയും അടുത്തേക്ക് നടന്നു. അവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അവൾ നിക്കുവിൻ്റെ കയ്യിൽ പിടിച്ചു. ആമി, അവൻ കണ്ണുകൾ നിറച്ചു വിളിച്ചു. അയ്യേ, കരയുവാണോ? എൻ്റെ ഇച്ചായൻ്റെ കൂടെ നടന്നിട്ട് ഇച്ചിരി പോലും ധൈര്യമില്ലല്ലോടാ ചേട്ടാ നിനക്ക്. ദേ കണ്ടോ, അങ്ങേരുടെ ഭാര്യയായ എനിക്കുണ്ടല്ലോ ഈ കൂട്ടുകാരനേക്കാൾ ധൈര്യം. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ നെറുകയിൽ തലോടി. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ, അവൾ വരും. ആമി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് ജോയുടെ അടുത്തേക്ക് നടന്നു. ഇച്ചായ, അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് വിളിച്ചു. അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചുംബിച്ചു. അവരെപ്പോഴാ ഇച്ചായ വരുന്നേ എന്നെ കൊണ്ടുപോകാൻ? അവൾ അവൻ്റെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. അറിയില്ല മോളെ. ഇച്ചായ, പെട്ടെന്ന് വരണേ, എനിക്ക് സാരി ഉടുത്ത് കുറേ നേരം നിൽക്കാൻ വയ്യ. അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തിക്കൊണ്ട് പറഞ്ഞു. നീ അഭിനയിക്കുവാണോ ആമി? അവൻ സംശയത്തോട് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചേ? എനിക്കങ്ങനെ തോന്നി നിൻ്റെ ഈ ധൈര്യം കാണുമ്പോൾ. എൻ്റെ ധൈര്യമല്ലേ എൻ്റെ മുമ്പിൽ നിൽക്കുന്നേ. ആ വിശ്വാസത്തേക്കാൾ വലിയൊരു ധൈര്യം എനിക്കില്ല ഇച്ചായ. ഒരു പക്ഷേ ഞാൻ വന്നില്ലെങ്കിലോ? അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. വരും, എനിക്ക് ഉറപ്പുണ്ട്. ഈ ശരീരത്തിൽ ഒരിറ്റ് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ എന്നെ തിരക്കി ഇച്ചായം വരും. അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ ചിരിയോടെ അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു. മാളു, മനു വിളിച്ചതും അവൾ ജോയുടെ നെഞ്ചിൽ നിന്നും തലയുയർത്തി മനുവിനെ നോക്കി. പിന്നെ അവൻ്റെ അടുത്തേക്ക് നടന്നു. ധൈര്യമായിട്ടിരിക്കണം. എന്ത് കണ്ടാലും ആരെ കണ്ടാലും പതറരുത്, പേടിക്കരുത്. ഞങ്ങൾ വരും കേട്ടോ. അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. അവൾ എത്തി വലിഞ്ഞ് അവൻ്റെ കവളിൽ ചുംബിച്ചതും അവനും അവളുടെ നെറ്റിയിലൊന്ന് മുത്തി. എനിക്ക് തന്നില്ല, ജോ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞതും ആ പേടിയുടെ ഇടയിലും എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു. അവൾ ഇളിയിൽ കൈകുത്തിക്കൊണ്ട് അവനെ നോക്കി. പിന്നെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കാലിൽ കാലൂന്നിക്കൊണ്ട് അവൻ്റെ കവളിലും നെറ്റിയിലും ചുംബിച്ചു. അപ്പോഴേക്കും ജോയുടെ ഫോണ് വീണ്ടും റിങ് ചെയ്തു. അവൻ ഫോൺ ഓണാക്കി ചെവിയിലേക്ക് വെച്ചു. എന്ത് തീരുമാനിച്ചു ജോഷ്വ? ഭാര്യ എൻ്റെ അടുത്തേക്ക് വിടുവല്ലേ? അവൻ പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു. നീ ജയിച്ചുവെന്ന് കരുതണ്ട. നീ എവിടെ കൊണ്ടുപോയി എൻ്റെ പെണ്ണിനെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടെത്തിയിരിക്കും. വീരവാദമാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. ഡാ അടങ്ങ് ജോഷ്വ, കൂൾ ഡൗൺ. നിന്റെ പെങ്ങളെ കണ്ടെത്താൻ പറ്റാത്ത നീയാണോ ഇന്ന് നിന്റെ ഭാര്യയെ കണ്ടെത്താൻ പോകുന്നത്? അവൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. ജോ അതിനൊന്നും മിണ്ടിയില്ല. എൻ്റെ കാറ് മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഭർത്താവ് ഭാര്യയെ യാത്രയാക്കിയിട്ട് വാ കേട്ടോ. അവൻ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ജോ ഫോൺ പോക്കറ്റിൽ വെച്ചിട്ട് ആമിയുടെ ഷോൾഡറിൽ കൂടി കൈയിട്ടു. അവർ വന്നോ ഇച്ചായ? ഞാൻ പോകട്ടെ, അവൾ പറഞ്ഞതും അവൻ രൂക്ഷമായി അവളെ നോക്കി. സോറി, പോയിട്ട് വരട്ടെ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു. ആമി മനുവിൻ്റെ അടുത്തേക്ക് നടന്നു. ഞങ്ങൾ വരും, മോള് ധൈര്യമായിട്ടിരിക്കെ, അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു. അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഓഡിറ്റോറിയത്തിന് വെളിയിലേക്ക് ഇറങ്ങി. അവിടെ അവളെ കാത്തുന്ന പോലെ ഒരു നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കാർ കിടപ്പുണ്ടായിരുന്നു. അവൾ തിരിഞ്ഞ് എല്ലാവരെയും ഒന്ന് നോക്കി യാത്ര പറഞ്ഞിട്ട് ആ കാറിനടുത്തേക്ക് നടന്നു. അവൾ കാറിനടുത്തെത്തിയതും ആ ഡോറ് തുറന്ന് അവൾ അതിനകത്തേക്ക് കയറി. അവൾ കയറിയതും ആ കാർ സ്പീഡിൽ പാഞ്ഞു പോയി. ജോ, മനു അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു. നിന്റെ അഭിനയം ഒട്ടും പോരായിരുന്നു അളിയ, ഞാനാ സ്കോർ ചെയ്തത്. ജോ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും മനു മുഖം കുറിപ്പിച്ച് അവനെ നോക്കി. അത് കേട്ടതും എല്ലാവരും ഞെട്ടി അവർ രണ്ടുപേരെയും നോക്കി. എല്ലാവരും എന്താ ഇങ്ങനെ നോക്കുന്നേ? ജോ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ ജോ ഇതൊക്കെ? ജേക്കബ് കുറച്ച് ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. പപ്പേ, ഇതെല്ലാം ഞങ്ങളുടെ പ്ലാനിൻ്റെ ചെറിയൊരു ഭാഗമായിരുന്നു. നിങ്ങളൊക്കെ എന്താ കരുതിയത് ജെനി അവൻ കൊണ്ടുപോയതാണെന്നോ? എന്നാൽ അങ്ങനെയല്ല, ജെനിയാണ് അവനെ കൊണ്ടുപോയേക്കുന്നത്. പിന്നെ ഞങ്ങൾ അളിയന്മാർ തമ്മിൽ അടിയാണെന്ന് കരുതിയോ? ഞങ്ങൾ ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആമി ധൈര്യമായി മുൻപിലേക്ക് വരില്ലായിരുന്നു. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ഒരു നാടകം കളിക്കേണ്ടി വന്നത്. ജോ ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു. ഇനി ജെനിയെ അവൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് ആരാണെന്നല്ലേ? ജോ വീണ്ടും ചോദിച്ചതും എല്ലാവരും സംശയത്തോടെ നോക്കി. ഇവൻ. ജോ നിക്കുവിൻ്റെ നേരെ കൈ ചൂണ്ടി. എല്ലാവരും നിക്കുവിനെ നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു.